പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 400ഓളം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫയലിൽ ഒപ്പിടാത്തതിനാലാണ് ശമ്പളം മുടങ്ങിയത്. സന്തോഷ് സെർലൈൻ ചേരുകയാണ്. സന്തോഷ്, ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഇന്ന് 12 തീയതി, ഇതുവരെയും ശമ്പളം കിട്ടിയില്ല. വിശദാംശങ്ങൾ. ഷമി, പട്ടികജാതി വർഗ വകുപ്പിന് കീഴിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏക മെഡിക്കൽ കോളേജാണ് ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നത്. സംസ്ഥാന പട്ടികജാതി വർഗ വകുപ്പിന് കീഴിലാണ് ഈ കോളേജ് 2014 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ പ്ലാൻ ഫണ്ട്, അതായത് പട്ടികജാതി വർഗ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് തന്നെയാണ് ശമ്പളത്തിനായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളം നൽകാനുള്ള തുക ട്രഷറിയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചാൽ ഏറ്റവും അവസാനം ധനകാര്യ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഒപ്പിടണം. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്രാവശ്യം അതിലൊപ്പിട്ടിട്ടില്ല. നമുക്കറിയാം, ഇപ്രാവശ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. 5-ാം തീയതിയാണ് ഇവിടുത്തെ സാലറി ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 12-ാം തീയതി ആയിരിക്കുന്നു. ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. ഏകദേശം 108 അധ്യാപകരടക്കം 400ഓളം ജീവനക്കാരാണ് ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഇവരുടെയൊക്കെ ഈ ശമ്പളം മുടങ്ങിയത് തന്നെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ ബാധിച്ചിട്ടുണ്ട്. പലരും സ്റ്റൈഫൻഡ് അടക്കമുള്ളവ നൽകുന്നതിലും ഇപ്പോൾ തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അത് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ തന്നെ കുറേ നാളായി തന്നെ ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വകുപ്പ് മന്ത്രിയും പാലക്കാട് നിന്നാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന പാലക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള തുളസിയാണ് പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി. അവരാകട്ടെ ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവലോകനം ചെയ്യാൻ ഉന്നതതല യോഗമൊക്കെ ചെയ്യുന്നു. പക്ഷേ ശമ്പളം കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിൻ്റെ പേപ്പർ വർക്കുകളിൽ പൂർത്തിയാക്കി നൽകിയപ്പോൾ മുഖ്യമന്ത്രി ഒപ്പിടും, തുടർന്ന് കൃത്യസമയത്ത് തന്നെ ശമ്പളം ലഭിക്കുമെന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്നാണ്. അതായത് ആദ്യമായി തന്നെ ഇവർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ സന്തോഷ്? എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ ജീവനക്കാർ എന്ന് പറയുന്നത് ഇത് മെഡിക്കൽ കോളേജ് ബാക്കി എല്ലായിടത്തും ആരോഗ്യവകുപ്പിന് കീഴിലാണെങ്കിലും ഇത് പട്ടികജാതി വർഗ വകുപ്പിന് കീഴിലാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ PSC മുഖേന അല്ല, ഒരു പ്രത്യേക സൊസൈറ്റി ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വലിയ ഭയമുണ്ട്. കാരണം മറ്റ് സർവീസ് സംഘടനകളെ പോലെ ശക്തരൊന്നുമല്ല ഇവിടെയുള്ളവർ. അവരൊരു സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് അച്ചടക്ക നടപടികളൊക്കെ അതിവേഗം എടുക്കാം. അപ്പോൾ ഈ ശമ്പളം മുടങ്ങിയത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ, പ്രതികരിക്കാൻ അവർ മടിക്കുന്നുണ്ട്. പക്ഷേ കുറേ കാലങ്ങളായി കൃത്യമായി തന്നെ നടന്നു പോവുകയായിരുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലാക്കുകയാണ് ഈ ശമ്പള പ്രതിസന്ധി. ഷമി, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 400ഓളം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫയലിൽ ഒപ്പിടാത്തതുകൊണ്ടാണ് ശമ്പളം മുടങ്ങിയത്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.